ഫയലുകളെല്ലാം കൂടി ഡെസ്പാച്ച് കൊടുത്തേക്കാം. ശരി. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ ഈ ഫയൽ ഉണ്ടല്ലോ. ഞാൻ ആ കുട്ടിയുടെ ഹൗസ് ഓർഡറാ. ഞങ്ങൾക്കൊരു പ്രോബ്ലം സംസാരിക്കാനുണ്ട്. ഓഫീസ് സമയത്ത് ആരെയും കാണാൻ പറ്റും. ഓഫീസ് ടൈമിൽ പറ്റും. ഞാൻ ഹൈക്കോടതി വരെ സോറി ഓഫീസ് ടൈമിൽ ആളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താ ഒരു കാര്യം സംസാരിക്കണം. ആഹാ ദേ നിങ്ങളെ അന്വേഷിച്ചേ രാവിലെ പോലെ ഞാൻ നടക്കാം. ഞാൻ ഒരു ജലപാനം പോലും കഴിച്ചിട്ടില്ല. എന്നെ വെയിലത്തെടുത്തിട്ട് എന്റെ ചക്കരക്കുട്ടി ഫാൻ എഴുതി സൂഹിക്കുക. എന്നിട്ട് അയാളെ പറ്റി പുറത്താക്കി സാറേ. ഞാൻ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ പറ്റി സംസാരിക്കാൻ പഠിക്കാൻ അങ്ങനെ വെളിയിലോടാന്ന് വിചാരിക്കണ്ട. ആളെ കുട്ടി പഠിക്കുന്ന ഇറക്കി വിടാൻ നോക്കാം. ഈ ഗോവർഷ് കണക്കിന് അങ്ങനെ ആരും ഒന്നും തോന്നിട്ടില്ല. ഞാൻ നിന്നെ എന്റെ ബാഗ് ഞാനിത് കാണിച്ചു തരാം. ഞാനിപ്പോ പോകുന്നു. ഞാൻ വീണ്ടും പൂർവ്വതി ശക്തിയോടെ തിരിച്ചു വരും. പോയിക്കോ. പ്രശ്നം അയാൾ ആരാ? ദീപം ദീപം ദീപം. ഹരേ ഗുരുവായൂഷ്മ. മോനെ എവിടെ പോയതമ്മേ? അതാ ഞാനും ആലോചിക്കുന്നത്. പുസ്തകമൊക്കെ കൊണ്ടുവച്ച് കാപ്പി പോലും കുടിക്കാതെ ഓടിപ്പോകുന്ന കണ്ടു. കളിക്കാനോ മറ്റോ ആയിരിക്കും. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ടെന്ന് അമ്മ തന്നെ അവനോട് പറയണം. മോളെ, എനിക്ക് മനസ്സിന് ഒരു സമാധാനം തോന്നുന്നില്ല. നമ്മൾ ദൈവദോഷം ചെയ്യുവാണോന്നൊരു പേടി. എന്ത് ദൈവദോഷം? ആ പണിക്കരുടെ അയാൾ എന്നെ ഇന്ന് എത്ര ഇൻസൾട്ട് ചെയ്യുമെന്ന് അമ്മയ്ക്കറിയോ? വാശിയാണെങ്കിൽ എനിക്ക് വാശി തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും ഇത് അയാളുടെ വീട് തന്നെയല്ലേ. അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് അത്ര പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? അതാലോചിക്കുമ്പോഴാ